നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാജ്യത്ത് വലിയൊരു കോളിളക്കമുണ്ടാകുന്ന വാർത്തയോടെയാണ് 2024 നവംബർ 22 വെള്ളിയാഴ്ച സുപ്രഭാതം വിരിഞ്ഞിരിക്കുന്നത്. ലോക കോടീശ്വരന്മാരിൽ മുന്നിൽ നിൽക്കുന്ന ഗൗതം അദാനിക്കെതിരെ അമേരിക്കയിൽ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ സൗരോർജ്ജ കരാർ ലഭിക്കുവാൻ ഉദ്യോഗസ്ഥർക്ക് $26.5 കോടി, ഏതാണ്ട് 2200 കോടി രൂപ കൈക്കൂലി നൽകിയെന്നും ആ വിവരം മറച്ചുവെച്ച് കടപ്പത്ര വിൽപ്പനയിലൂടെ പണം സമാഹരിച്ചു എന്നാണ് അദാനിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം. ഗൗതം അദാനി അടക്കം 8 പേർക്കെതിരെയാണ് അമേരിക്കയിലെ ഓഹരി നിയന്ത്രണ ഏജൻസി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അദാനി ഗ്രൂപ്പ് ചെയർമാനും ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ കോടീശ്വരനുമായ ഗൗതം അദാനി, അനന്തരവനായ സാഗർ അദാനി, അദാനി ഗ്രീൻ എനർജി മുൻ ഉദ്യോഗസ്ഥനായ വിനീത് ജെയിൻ, അഷ്വർ പവറിന്റെ രഞ്ജിത്ത് ഗുപ്ത, രൂപേഷ് അഗർവാൾ, പിന്നെ ഇടനിലക്കാർ ഇവർക്കെതിരെയാണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ SEC കേസെടുത്തിരിക്കുന്നത്. ഇതിൽ ഗൗതം അദാനി, സാഗർ അദാനി എന്നിവർക്കെതിരെ അറസ്റ്റ് വാറന്റും പുറപ്പെടുവിച്ചു. അമേരിക്കൻ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് കമ്മീഷന്റെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ അദാനി ഗ്രൂപ്പ് നിഷേധിച്ചിരിക്കുകയാണ്. ഇതെല്ലാം ആരോപണങ്ങളാണ്, അത് തെളിയിക്കുന്നതുവരെ കുറ്റക്കാരാകില്ല എന്നും അദാനി ഗ്രൂപ്പ് ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. എല്ലാം സുതാര്യമാണെന്നും ചട്ടങ്ങൾ പാലിച്ചുമാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത് എന്നും അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ഈ കേസിന് ആധാരമായ സംഭവം എന്താണെന്ന് നോക്കാം. 2021 സെപ്റ്റംബറിൽ അദാനി ഗ്രീൻ എനർജി $75 കോടി സമാഹരിച്ച കടപ്പത്ര വിൽപ്പനയാണ് ഇതിനെല്ലാം തുടക്കമായ സംഭവം. ഈ പദ്ധതിയിൽ $17.5 കോടി അമേരിക്കൻ നിക്ഷേപകർ മുടക്കിയിരുന്നു. കടപ്പത്രം വിൽക്കുന്ന സമയത്ത് കൈക്കൂലി വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു എന്ന് അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കിയിരുന്നു. ഇത് വ്യാജ അവകാശവാദമാണ് എന്നാണ് ഈ കുറ്റപത്രത്തിൽ പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സൗരോർജ്ജ കരാർ നേടാൻ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയ വിവരം മറച്ചുവെച്ച് നിക്ഷേപകരെ വഞ്ചിച്ചുവെന്നാണ് ആരോപണം. അമേരിക്കൻ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത അദാനി ഗ്രൂപ്പിന്റെ കമ്പനിയായിരുന്നു അദാനി ഗ്രീൻ എനർജി. ആരോപണം വന്നതിന് പിന്നാലെ വൻ തിരിച്ചടിയാണ് അദാനി ഗ്രൂപ്പിന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അമേരിക്കയിൽ നിയമ നടപടി പ്രഖ്യാപിച്ചതിന് പിന്നാലെ കെനിയയിലെ ഏറ്റവും വലിയ വിമാനത്താവളത്തിന്റെ വികസനത്തിനായി സാധനങ്ങൾ വാങ്ങുവാനുള്ള കരാറിൽ നിന്ന് അദാനി ഗ്രൂപ്പിനെ അവർ ഒഴിവാക്കി. ഇതുകൂടാതെ കെനിയയിൽ വൈദ്യുത വിതരണ ശൃംഖല സ്ഥാപിക്കുവാൻ അദാനി ഗ്രൂപ്പ് കമ്പനിക്ക് നൽകിയ $70 കോടി കരാറും കെനിയ റദ്ദാക്കിയിരിക്കുകയാണ്. ഇന്ത്യൻ വിപണിയിൽ അദാനി ഗ്രൂപ്പ് കമ്പനികളുടെ ഓഹരികൾ തകർന്നടിഞ്ഞു. ആരോപണം വന്ന ശേഷം അദാനി ഗ്രൂപ്പ് കമ്പനികളുടെ വിപണി മൂല്യത്തിൽ 2.24 ലക്ഷം കോടി രൂപയുടെ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. ഗൗതം അദാനിയുടെ ആസ്തിയിൽ മാത്രം 1 ലക്ഷം കോടിയുടെ ഇടിവാണ് ഉണ്ടായത്. അദാനി എന്റർപ്രൈസസിന് 22.6%, അംബുജ സിമന്റ്സ് ലിമിറ്റഡിന് 11.9%, അദാനി ഗ്രീൻ എനർജിക്ക് 18.9%, അദാനി പവറിന് 9.15%, അദാനി എനർജി സൊല്യൂഷൻസിന് 20%, അദാനി ടോട്ടൽ ഗ്യാസ് ലിമിറ്റഡിന് 10.4% ഇടിവുണ്ടായി. ഫോർബ്സിന്റെ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ ഗൗതം അദാനി ഒറ്റ ദിവസം കൊണ്ട് 22ാം സ്ഥാനത്തു നിന്ന് 25ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തു. ലോകത്തിലെ ഓഹരി നിക്ഷേപവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രമുഖ റേറ്റിംഗ് ഏജൻസിയാണ് മൂഡീസ്. അവരുടെ വിലയിരുത്തലിൽ നിക്ഷേപത്തിന് ആശാസ്യമല്ലത് എന്ന് അദാനി ഗ്രൂപ്പിനെ പറ്റി പരാമർശവും വന്നു. ഇതോടെയാണ് അദാനി ഗ്രൂപ്പിന്റെ ഓഹരികൾ കുത്തനെ ഇടിയുന്നതിന് ആക്കം കൂട്ടിയത്. അദാനി ഗ്രൂപ്പ് കമ്പനികളിലെ നിക്ഷേപം പുനഃപരിശോധിക്കുമെന്ന് GQG പാർട്ട്നേഴ്സ് പ്രഖ്യാപിക്കുകയും ചെയ്തു. കഴിഞ്ഞ ഓഗസ്റ്റ് വരെയുള്ള കണക്കനുസരിച്ച് 80,000 കോടിയോളമാണ് GQG പാർട്ട്നേഴ്സ് അദാനി ഗ്രൂപ്പിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. രാജ്യത്തിലെ വിവിധ മ്യൂച്വൽ ഫണ്ടുകളിലും അദാനി ഗ്രൂപ്പിന് നിക്ഷേപമുണ്ട്. അതിലും ഇടിവുണ്ടായിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ടുകളിൽ 43,455 കോടിയുടെ നിക്ഷേപമാണ് അദാനി ഗ്രൂപ്പിനുള്ളത്. 7 അദാനി കമ്പനികളിൽ നിക്ഷേപം നടത്തിയ LICക്കും നഷ്ടമുണ്ടായി. 8,700 കോടിയുടെ നഷ്ടമാണ് LICക്ക് ഉണ്ടായിരിക്കുന്നത്. 2019-2020 കാലയളവിൽ കേന്ദ്ര പുനരുപയോഗ ഊർജ മന്ത്രാലയത്തിനു കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായിരുന്ന സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ SECI ഇവരുടെ 12 ഗിഗാവാട്ട് സൗരോർജ്ജ ഉൽപാദന കരാർ അദാനി ഗ്രീൻ, ആഷർ പവർ എന്നീ കമ്പനികൾക്ക് നൽകിയിരുന്നു. ഈ കമ്പനികളിൽ നിന്ന് SECI വൈദ്യുതി വാങ്ങി അത് സംസ്ഥാനങ്ങൾക്ക് വിൽക്കും.
പക്ഷേ ഉയർന്ന വില കാരണം ഈ വൈദ്യുതി വാങ്ങുവാൻ സംസ്ഥാനങ്ങൾ തയ്യാറായില്ല. ഇതോടെ പദ്ധതി മുടങ്ങും എന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ ഈ രണ്ട് കമ്പനികളുടെയും ഉടമകൾ സംസ്ഥാന സർക്കാരുകളുടെ ഉന്നത ഉദ്യോഗസ്ഥരെ കൈക്കൂലി നൽകി സ്വാധീനിച്ച് വൈദ്യുതി വാങ്ങുവാൻ ഇടയൊരുക്കി. ഇതാണ് ഈ കേസിന് പിന്നിലെ പ്രധാന ആരോപണം. ഇതിൽ പെട്ടിരിക്കുന്നത് ആന്ധ്രാപ്രദേശ്, ഒഡീഷ, തമിഴ്നാട്, ഛത്തീസ്ഗഡ്, ജമ്മു കാശ്മീർ എന്നിവരാണ്. ഇതോടെ BJP ശക്തമായ പ്രത്യാരോപണവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. കുറ്റപത്രത്തിൽ പറയുന്ന സംഭവങ്ങൾ നടക്കുമ്പോൾ ആ സംസ്ഥാനങ്ങൾ ഭരിച്ചിരുന്നത് പ്രതിപക്ഷ പാർട്ടികളാണെന്ന് BJP IT വിഭാഗം തലവൻ അമിത് മാളവ്യ പ്രസ്താവിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇതിൽ മുഖ്യമായി വന്നത് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ പേരാണ്. ഇതാണ് കേന്ദ്ര സർക്കാരിനെ വെട്ടിലാക്കുന്നത്. ഇത് അന്വേഷിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ മുന്നിൽ വന്നിരിക്കുന്നത്. വർഷങ്ങളായി മോദി അദാനി ബന്ധത്തെ ചൊല്ലി ശക്തമായി പ്രതിഷേധിക്കുന്ന രാഹുൽ ഗാന്ധിക്കും ഇത് സുവർണ അവസരമായിട്ടുണ്ട്. ഇത് വരും കാലത്ത് പ്രധാന രാഷ്ട്രീയ വിഷയമായി പ്രതിപക്ഷവും ഉയർത്തിക്കാണിക്കും. അദാനി ഗ്രൂപ്പിൻ്റെ കഴിഞ്ഞ ചരിത്രം നോക്കിയാൽ നിരവധി ആരോപണങ്ങൾ നേരിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. 2017 ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡിൽ അദാനി ഗ്രൂപ്പിൻ്റെ കാർമൈക്കൽ കൽക്കരി ഖനി പ്രോജക്റ്റിനെതിരെ നടന്ന പ്രതിഷേധം, ബംഗ്ലാദേശിന് വൈദ്യുതി നൽകുവാനായി ജാർഖണ്ഡിൽ സ്ഥാപിച്ച ഗോഡ പവർ പ്ലാന്റിനെതിരെ നടന്ന പ്രതിഷേധം, 2021 മ്യാൻമറിൽ കണ്ടെയ്നർ ടെർമിനൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ, 2022 ശ്രീലങ്കയിൽ കാറ്റാടി വൈദ്യുതി നിർമ്മാണവുമായി ഉണ്ടായ പ്രതിഷേധം, 2023 ജനുവരിയിൽ ഹിൻഡൻബർഗ് റിസർച്ച് റിപ്പോർട്ടിനെ തുടർന്ന് ഉണ്ടായ പ്രതിസന്ധി, 2023 OCCRP റിപ്പോർട്ട് പ്രകാരം മൗറീഷ്യസിൽ കടലാസ് കമ്പനികൾ സ്ഥാപിച്ച് രഹസ്യ നിക്ഷേപം നടത്തിയതുമായി ബന്ധപ്പെട്ട വിവാദം, 2023 ധാരാവി ചേരിയുടെ പുനർനിർമ്മാണം, അങ്ങനെ പല ആരോപണങ്ങൾ തുടരുന്ന സമയത്താണ് ഇപ്പോഴത്തെ പുതിയ കേസുകൂടി അദാനി ഗ്രൂപ്പിന് മേൽ വന്നിരിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സൗരോർജ്ജ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോഴത്തെ വിവാദവും ഉയർന്നിരിക്കുന്നത്. $600 കോടി, ഏതാണ്ട് 50,000 കോടി രൂപയാണ് ഈ പദ്ധതിയുടെ ചിലവ്. അദാനി ഗ്രൂപ്പിന്റെ അഭിമാന പദ്ധതിയായിരുന്നു ഇത്. കേന്ദ്ര സർക്കാരിന്റെ ആത്മനിർഭർ ഭാരത് അഭിയാൻ പദ്ധതിയിലെ ഏറ്റവും വലിയ നിക്ഷേപ പദ്ധതിയും ഇതായിരുന്നു. അമേരിക്കയിൽ കുറ്റാരോപണം നേരിട്ട സ്ഥിതിക്ക് അതിന് ഇന്ത്യയിൽ നിയമ നടപടി നേരിടേണ്ട സാഹചര്യം അദാനിക്ക് ഉണ്ടാകുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. അങ്ങനെ നിയമ നടപടികൾ ഇന്ത്യയിൽ ഉണ്ടാകണമെങ്കിൽ വിശ്വസനീയമായ തെളിവുകളും ഉണ്ടാകണം. തെളിവുകൾ നിരത്തപ്പെട്ടാൽ ഇന്ത്യയിൽ ഈ വിഷയം കോടതി കയറും എന്നതിനുള്ള സാധ്യതയും മുന്നിലുണ്ട്. ഈ വസ്തുതകളിലെ സത്യാവസ്ഥ കാലം തെളിയിക്കട്ടെ. മറ്റൊരു വമ്പൻ വിവാദത്തിന് കൂടി ഇതോടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവയൊക്കെ നൽകുക.